മക്കളെ, എല്ലാവർക്കും സൈലം ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോ ടീച്ചർ മിസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് പരീക്ഷയും കഴിഞ്ഞ് പോയതാണ്, എവിടെ പോയി എങ്ങോട്ട് പോയി എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ടീച്ചർ എവിടെയും പോയിട്ടില്ല, നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് ഒരു പുതിയ പാഠഭാഗവുമായിട്ടാണ് അല്ലെ. നമ്മുടെ മലയാളം അടിസ്ഥാന പാഠാവലിയിലുള്ള ഭയങ്കര രസകരമായിട്ടുള്ള സംഭവ ബഹുലമായിട്ടുള്ള ഒരു പാഠമാണ്, ഒരു കഥാഭാഗമാണ് കോഴിയും കിഴവിയും എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ ചില ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവാം, സ്കൂളിൽ ഈ പാഠം എടുത്തിട്ടുണ്ടാവാം, ചിലർ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ക്ലാസ് അല്ലെ വളരെ മിനിറ്റുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്, ടീച്ചർ ഈ കഥയെ നിങ്ങൾ പഠിപ്പിക്കാൻ പോവാണ് കേട്ടോ. ഈ കഥയെ അങ്ങ് പറഞ്ഞു തരാൻ പോവാണ്. ഇതിന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പാകത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് നമ്മൾ ഈ പാഠഭാഗം അങ്ങ് പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോ എന്താണ്, കോഴിയും കിഴവിയും എന്നാണ്. അപ്പൊ ചെറിയൊരു മാറ്റമൊക്കെ ടീച്ചറിന്റെ മുഖത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലെ. ചെറുതായിട്ടൊന്ന് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സങ്കടമായിരുന്നു. അപ്പൊ നിങ്ങൾ അതെങ്ങനെയാണ് കമന്റ് ചെയ്യുക, രസമില്ലാന്നൊക്കെ പറയൂ, എന്റെ ഹൃദയമൊക്കെ തകർന്നു പോകും കേട്ടോ. അപ്പൊ ഒന്ന് കമന്റ് ഒക്കെ ചെയ്യണം എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു മാറ്റമൊക്കെ കൊണ്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം അല്ലെ. ടീച്ചർ പറഞ്ഞതുപോലെ അടിപൊളി ഒരു കഥയാണ് കേട്ടോ. അപ്പൊ കോഴികൾ എന്താണ്, കോഴികൾ പല വിധത്തിലുണ്ട് അല്ലെ. നമ്മൾ പ്രേമം സിനിമയിൽ കണ്ടതുപോലെ ഗിരിരാജൻ കോഴിയെ പോലെയുള്ള കോഴിയല്ല ടീച്ചർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ തന്നെ കോഴികൾ എന്താണ്, പലവിധം കോഴികൾ നമുക്കുണ്ട് അല്ലെ. കടായി ചിക്കൻ, ബട്ടർ ചിക്കൻ, പെപ്പർ ചിക്കൻ, ചിക്കൻ വെളുത്തുള്ളി ചിക്കൻ, ചെറിയുള്ളി ചിക്കൻ, പിന്നെ എന്താണ് മലൈ ചിക്കൻ, പാലക് ചിക്കൻ, ചിക്കൻ വിന്താലു, ചിക്കൻ വെന്താലു, ചിക്കൻ കുർമ, തന്തൂരി, അൽഫാം, പിന്നെന്താണ് ചില്ലി ചിക്കൻ, കോലാപൂരി, ചെട്ടിനാട് ചിക്കൻ എന്ന് വെക്കേണ്ട പലവിധം, ചിക്കൻ പോപ്കോൺ, ചിക്കൻ പൊട്ടിച്ച് തെറിച്ചതിൽ ഇങ്ങനെ പലവിധം എന്താണ് രുചികരമായ അല്ലെ ഒരു ഭക്ഷണമാണ്, അല്ലെങ്കിൽ ഒരു അടിപൊളി അല്ലെ വിഭവമാണെന്ത് ചിക്കൻ എന്ന് പറയുന്നത് അല്ലെ. ചിക്കൻ കൊണ്ട് ഇങ്ങനെ പലവിധം എന്താണ് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെ. അപ്പൊ ചിക്കൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് ഒരു വികാരമാണ് അല്ലെ. വായിലൊക്കെ വെള്ളം ഇറങ്ങുന്നുണ്ടാവും, അതൊക്കെ ഇറക്കിക്കോളും അല്ലെ. അപ്പൊ ചിക്കൻ ഇഷ്ടമില്ലാത്തവർ ഉണ്ടാവും, ഓക്കെ. പക്ഷെ അത് 100-ൽ ഒരു 90% ആളുകളും ചിക്കൻ കഴിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും അല്ലെ. അപ്പൊ ചിക്കന്റെ രുചിയെ കുറിച്ചും അതിന്റെ വൈഭവത്തെ കുറിച്ചും ഒന്നും ടീച്ചർ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ആ രുചിയെയും ആ ചിക്കൻ അല്ലെങ്കിൽ ആ കോഴി കാരണം ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളെയുമാണിടാ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോഴിയും കിഴവിയും എന്ന് പറയുന്ന കഥയില് പറയുന്നത് കേട്ടോ. അപ്പോ ആരാണിത് എഴുതിയിരിക്കുന്നത്? കേരളത്തിലെ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ചെറുകഥാകൃത്തായിട്ടുള്ള കാരൂർ എന്നറിയപ്പെടുന്ന കാരൂർ നീലകണ്ഠപിള്ളയാണ് നമ്മുടെ കോഴിയും കിഴവിയും എന്ന് പറയുന്ന കഥ എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം ആരായിരുന്നു? ഒരു അധ്യാപകനായിരുന്നു, ഒരു ടീച്ചറായിരുന്നു അദ്ദേഹം അല്ലെ. അങ്ങനെ ഒരുപാട് അധ്യാപക കഥകൾ അല്ലെ, അധ്യാപക കഥകളിലൂടെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടെയാണ് ആര്, നമ്മുടെ കാരൂര്. അദ്ദേഹത്തിന്റെ എന്താണ് മാനുഷിക നന്മ അല്ലെ, മനുഷ്യ നന്മയിലൂടെ അല്ലെ വേറിട്ട് നിൽക്കുന്ന ഒരുപാട് അനുഭവ സമ്പത്തുള്ള അല്ലെങ്കിൽ ഒരുപാട് കഥകൾ അല്ലെ, അത്തരത്തിലുള്ള പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഒരുപാട് അനവധി കഥകൾ ആര് എഴുതിയിട്ടുണ്ട്, നമ്മുടെ കാരൂര് എഴുതിയിട്ടുണ്ട്. ഉതുപ്പാന്റെ കിണറ്, കാരൂരിന്റെ ബാലകഥകള്, മേൽവിലാസം, ഇരുട്ടിൽ, താപ്പുകാരൻ, ആസ്ട്രോളർ, ഇങ്ങനെ ഒരുപാട് കഥകൾ ആര് എഴുതിയിട്ടുണ്ട്, കാരൂര് എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ കോഴിയും കിഴവിയും എന്ന് പറയുന്ന കഥ അല്ലെ, അതിന്റെ പശ്ചാത്തലം എന്താണ് കഥയുടെ ഒരു ഉള്ളടക്കം എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലെ. കളങ്കമില്ലാത്ത വളരെ മാനുഷിക നന്മകൾ സൂക്ഷിക്കുന്ന കുറെ ആളുകളെ അല്ലെങ്കിൽ അയൽപക്ക ബന്ധങ്ങളിലെ ഊഷ്മളതയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഈ കഥയില് ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചരാചരങ്ങളുമായിട്ടുള്ള, ഇപ്പൊ കോഴിയായിട്ടാണെങ്കിലും പ്രകൃതിയായിട്ടാണെങ്കിലും ഇങ്ങനെ ചരാചരങ്ങളുമായി മനുഷ്യരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധത്തെ എന്ത് ചെയ്യുന്നുണ്ട്, കഥ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ മത്തായി, മാർക്കോസ് എന്ന് പറയുന്ന 2 അയൽക്കാരുണ്ട്. ഓക്കെ, ആ അയൽക്കാരെ എന്ത് ചെയ്യുന്നു, നമ്മളുടെ കഥയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ അയൽപക്കത്തിലുള്ള, ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും അല്ലെ. ഇപ്പൊ കൊലപാതകം വരെ നടക്കാറുണ്ട് വഴി പ്രശ്നത്തിന്റെ ഒക്കെ പേരില്. അപ്പുറത്തുള്ളവൻ നോക്കി ഇപ്പുറത്തുള്ളവൻ തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അയൽപക്കത്തുള്ള ആളുകളൊക്കെ തമ്മിൽ നിരന്തരം വഴക്കും യുദ്ധമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ എന്താണ്, നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക എന്നുള്ള ബൈബിൾ വചനമൊക്കെ നമ്മൾ ഓർക്കണം അല്ലെ. അപ്പൊ നമുക്ക് എന്തൊരു അപകടം പറ്റിയാലും ഏറ്റവും ആദ്യം ഓടി വരുന്ന ആരായിരിക്കും, നമ്മുടെ അയൽപക്കത്തുള്ള ആളുകളായിരിക്കും അല്ലെ. അത്തരത്തിൽ അയൽപക്ക ബന്ധങ്ങളിലൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട പ്രാധാന്യത്തെ കുറിച്ചും അല്ലെ, അതിന്റെ എന്താണ് എത്രത്തോളം നമ്മൾ സ്നേഹിക്കണം എന്നൊക്കെയുള്ള ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു എന്താണ് അറിവ് നമ്മളുടെ ഈ കഥ പകർന്നു തരുന്നുണ്ട്. പിന്നെ മത്തായിയുടെ വളർച്ചയുടെ പിന്നില് മാർക്കോസിന്റെ കുടുംബത്തിന്റെ സഹായം ഉണ്ടായിരുന്നു അല്ലെ. മത്തായി വളരെ ദരിദ്രനായ കുടുംബത്തിലുള്ള ഒരാളായിരുന്നു. ആ മത്തായി അമ്മേനും ഒക്കെ ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മാർക്കോസിന്റെ ഫാമിലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ മത്തായി അതൊക്കെ മറന്നിട്ട് എന്ത് ചെയ്യാണ്, മാർക്കോസിനെ പഠനം തറ പറ്റിക്കണം, അവനെ ഇല്ലാണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആര് നടക്കുന്നത്,
നടക്കുന്നത്? മത്തായി നടക്കുന്നത് അല്ലെ. ഇനി രസകരമായ രീതിയിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ കഥ അല്ലെ. എന്താണ് കഥ? ഇത് മത്തായിയാണ്. മാർക്കോസ് കറി വെച്ച് തിന്ന എന്റെ കോഴിയുടെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? മാർക്കോസിന്റെ പേരിൽ കള്ളക്കേസ് കുടുക്കി തന്റെ കോഴീനെ കൊന്നു എന്നൊക്കെ കേസ് കൊടുത്തിട്ട് ആ കോഴീനെ ആരും അറിയാണ്ട് അർദ്ധരാത്രി പൊരിച്ചു തിന്ന നമ്മുടെ മത്തായി അല്ലെ. അപ്പൊ മത്തായിയുടെ അമ്മയാണ് എന്ത് ചെയ്യുന്നത്? ആ യാഥാർത്ഥ്യമൊക്കെ എല്ലാവരോടും വിളിച്ചു പറയുന്നത് അല്ലെ. അപ്പൊ എന്ത് പ്രഹസനാണ് മത്തായി എന്ന് ചോദിക്കുന്ന മത്തായിയുടെ അമ്മ അല്ലെ. ഇതാണ് കഥയുടെ ഒരു ആകെത്തുക അല്ലെ. ആകെ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ എന്ന് പറയുന്ന കഥയുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ പറഞ്ഞ സംഗതിയാണ്. ഓക്കെ. അപ്പോ മാർക്കോസിന്റെ മകനുണ്ട്. 2 വീട്ടിലും കുട്ടികളുണ്ട്, 2 അയൽക്കാരുടെ വീട്ടിലും കുട്ടികളുണ്ട്. അപ്പൊ എന്ത് ചെയ്യാണ്? വെറുതെ ഇങ്ങനെ ശല്യക്കാരനായിട്ടുള്ള ഒരു കോഴിയായിരുന്നു അല്ലെ. അപ്പൊ മാർക്കോസിന്റെ മോൻ വെറുതെ ഒരു കല്ലെടുത്തെറിയാനടാ. അപ്പോഴത്തേക്ക് ആ കോഴി ചത്തുപോകും അല്ലെ. അങ്ങനെ ആ ചത്ത കോഴി എന്താവുകയാണ്? ഈ 2 വീട്ടുകാരുടെയും ഇടയിലുള്ള ഒരു പ്രശ്നത്തിന് കാരണമാവുകയാണ് കേട്ടോ. കലഹത്തിന്റെ കാരണമാവുകയാണ്. അങ്ങനെ മാർക്കോസിനെ കള്ള കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിക്കുകയാണ്? മത്തായി ശ്രമിക്കുകയാണ് അല്ലെ. ഈ കോഴീനെ ആര് പൊരിച്ചു തിന്നും? മത്തായി പൊരിച്ചു തിന്നും, ആരും അറിയാണ്ട് അല്ലെ. പക്ഷെ മത്തായിയുടെ അമ്മ എന്ത് ചെയ്യുന്നു? കേസിൽ നിന്ന് നമ്മുടെ മാർക്കോസിനെ രക്ഷപ്പെടുത്താണ് കേട്ടോ. അങ്ങനെ മത്തായിയുടെ അമ്മയുടെ ഇടപെടലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നാട്ടു നന്മകൾ അല്ലെ, മനുഷ്യർ തമ്മിലുള്ള ബന്ധം, നാട്ടു നന്മകൾ, അയൽപക്ക ബന്ധങ്ങളൊന്നും മരിച്ചിട്ടില്ല അല്ലെ. അത്തരം ബന്ധങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് ആരിലൂടെയാണ് മനസ്സിലാവുന്നത്? മത്തായിയുടെ അമ്മ എന്ന കഥാപാത്രത്തിലൂടെയാണ് മനസ്സിലാവുന്നത്. ഓക്കെ. അപ്പൊ പേരിനൊപ്പം സഞ്ചരിക്കുന്ന അല്ലെ, കോഴിയും കിഴവിയും എന്നാണ് കഥയുടെ പേര്. ആ പേരിനൊപ്പം സഞ്ചരിക്കുന്ന കഥയാണ്. അതേപോലെ എന്താണ്? കഥയ്ക്ക് കാരണമാകുന്നത് കോഴിയും കഥാഗതിയെ നിയന്ത്രിക്കുന്നത് ആരാണ്? കിഴവിയുമാണ്. അപ്പൊ അതുകൊണ്ട് കോഴിയും കിഴവിയും എന്നാണ് നമ്മുടെ കഥയുടെ പേര്. അപ്പൊ ഇതിൽ നിന്നും എന്തായിരിക്കാം നമ്മൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വരുന്ന ചോദ്യങ്ങൾ? എന്തൊക്കെയായിരിക്കാം നമ്മൾ എഴുതേണ്ടത് അല്ലെ? അപ്പൊ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യം ഏതാണ്? കഥാപാത്ര നിരൂപണമാണ്. ഏതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ? മത്തായി ഉണ്ട്, മാർക്കോസ് ഉണ്ട്, മത്തായിയുടെ അമ്മയുണ്ട്. ഈ 3 കഥാപാത്രങ്ങളുമാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുക? നമുക്ക് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. അപ്പൊ കഥാപാത്ര നിരൂപണം ചോദിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളത്? എന്തൊക്കെ ശ്രദ്ധിക്കണം? കഥാപാത്രത്തിന്റെ രൂപം, അതിന്റെ വേഷം, കഥാപാത്രത്തിന് കഥയിലുള്ള സ്ഥാനം, അതിന്റെ ജീവിത പശ്ചാത്തലം, മൂല്യങ്ങൾ, മറ്റുള്ളവരോടുള്ള ഇടപെടല്, നമ്മുടെ സ്വന്തം അഭിപ്രായം, സ്വാഭിപ്രായം അല്ലെ. ചിലപ്പോൾ സംഭാഷണങ്ങൾ ചേർക്കാം, പ്രയോഗങ്ങൾ ചേർക്കാം, അതൊക്കെ നിങ്ങൾക്ക് പാഠഭാഗത്ത് നിന്ന് ഉൾപ്പെടുത്താം. അപ്പൊ ഇത്രയും ഘടകങ്ങളൊക്കെ ഉണ്ടാവണം. മിക്കപ്പോഴും 6 മാർക്കിനാണ് കഥാപാത്ര നിരൂപണം ചോദിക്കുക അല്ലെ. അപ്പൊ ആദ്യം ആരെ ചോദിക്കുക എന്ന് വിചാരിക്കുക? മത്തായിയുടെ അമ്മയെയാണ് കഥാപാത്ര നിരൂപണത്തിനായി ചോദിക്കുന്നത് എന്ന് വിചാരിക്കുക അല്ലെ. അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? എന്തൊക്കെ പോയിന്റ്സ് നിങ്ങൾ എഴുതും? ഗ്രാമീണതയുടെ പ്രതീകമാണ് അല്ലെ. നാട്ടു നന്മകളുടെ, ഗ്രാമീണതയുടെ, നന്മയുടെ പ്രതീകമാണ് ആര്? മത്തായിയുടെ അമ്മ. അവരുടെ ജീവിതം തന്നെ എന്തായിരുന്നു? പോരാട്ടമായിരുന്നു അല്ലെ. ഒരുപാട് കഷ്ടപ്പാടും ദാരിദ്ര്യവും ദുരിതവും ഒക്കെ അനുഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവര് ഇന്ന് കാണുന്ന ഒരു ജീവിതാവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലെ. അപ്പൊ അത്തരത്തിൽ ജീവിതം ഒരു പോരാട്ടമാക്കിയിരുന്ന ഒരു സ്ത്രീയാണ്. പട്ടിണിയോട് പൊരുതിയിട്ടാണ് അവര് ജീവിതത്തിൽ വിജയം നേടുന്നത്. അഭയം നൽകിയ അല്ലെ മാർക്കോസിന്റെ കുടുംബത്തിനോട് എന്നും നന്ദിയും കടപ്പാടുള്ള ഒരാളായിരുന്നു. ആരാണ് അതൊക്കെ മറക്കുന്നത്? മകനായ മത്തായി ആണ് അതൊക്കെ മറക്കുന്നത് അല്ലെ. മകന്റെ വഴിവിട്ട പെരുമാറ്റത്തിൽ എന്താണ്? ദുഃഖമുള്ള കഥാപാത്രമാണ്. മകൻ ഒരുക്കിയ ചതിയിൽ നിന്നും എന്ത് ചെയ്തു? മാർക്കോസിനെ രക്ഷിക്കുന്ന കഥാപാത്രമാണ്. ഇങ്ങനെ മകന്റെ നന്ദി കേടിനെ വിമർശിക്കുന്ന അല്ലെ. ഈ ഒരു എന്താണ്? വീട്ടിലായിപ്പോയല്ലോ, എന്റെ വയറ്റിലാണല്ലോ അവൻ ജനിച്ചത് എന്നൊക്കെ ആ കഥാപാത്രം പറയുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഏറ്റവും നന്മയുള്ള പ്രധാനപ്പെട്ട കേന്ദ്ര കഥാപാത്രമാണ് ആര്? മത്തായിയുടെ അമ്മ എന്ന് പറയുന്ന കിഴവി അല്ലെ. നമ്മുടെ തലക്കെട്ട് തന്നെ ആരുമായി ബന്ധപ്പെടുന്നതാണ്? ഈ അമ്മയുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഓക്കെ. അപ്പൊ മത്തായിയുടെ അമ്മയാണ് അല്ലെ. ഇതൊന്നും നോക്കിയിട്ടോളെ. എടാ, ഉപകാര സ്മരണ ഇല്ലാത്തവനെ, നീയും നിന്റെ കെട്ടിയോളും കൂടെ കോഴീനെ കറിവെച്ച് തിന്നിട്ട് മാർക്കോസിന്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കുന്നോടാ എന്ന് ചോദിക്കുന്ന കഥാപാത്രമാണ് ആര്? നമ്മുടെ മത്തായിയുടെ അമ്മ. ഈ ട്രോളുകളൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഉപകാരമാവും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ടീച്ചറുടെ ഒരു ഫ്രണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്താണ്? ഇനി അടുത്തൊരു ചോദ്യം. അടുത്ത കഥാപാത്രം ആരാണ്? മത്തായി എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പൊ എന്താണ്? മത്തായി എങ്ങനെയാ? മാർക്കോസിന്റെ കുടുംബത്തെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടാൽ മത്തായി എന്ത് ചെയ്യും? മോശം അഭിപ്രായമാണ് ആ കുടുംബത്തെ പറ്റി അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ മാർക്കോസിനെതിരെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആര് ചെയ്യും? മത്തായി ചെയ്യും അല്ലെ. ചീഞ്ഞ സാധനമൊക്കെ അവന്റെ പറമ്പ് കൊണ്ടിട്ട് എങ്ങനെയെങ്കിലും അവനെ അവിടെ നിന്ന് ഓടിക്കുക, ഇങ്ങനെയുള്ള എല്ലാ തരം കാര്യങ്ങളും ആര് ചെയ്യും? നമ്മുടെ മത്തായി ചെയ്യും അല്ലെ.
അപ്പൊ നന്ദിയും കടപ്പാടും ഒന്നുമില്ലാത്ത സ്വഭാവമാണ്. മാതാവിനോട് പോലും ദേഷ്യമാണ്. മാർക്കോസിന്റെ കുടുംബത്തെ നിരന്തരം ദ്രോഹിക്കുന്നു. അവരെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നു. കള്ളക്കേസ് ഉണ്ടാക്കി മാർക്കോസിനെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നു. അല്ലെ, ഇങ്ങനെ ഒരുപാട് ക്രൂരതകളും വൃത്തികെട്ട സ്വഭാവവും ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് ആര്? മത്തായി എന്ന് പറയുന്ന കഥാപാത്രം. ഇനി ഒരു കഥാപാത്രം ആരാണ്? മാർക്കോസ് ആണ്. അല്ലെ, എന്താ മാർക്കോസിന്റെ പ്രത്യേകത? സമൃദ്ധിയിൽ നിന്നും ഭയങ്കര സമ്പന്നമായിട്ടുള്ള ഒരു ഫാമിലിയിലൊക്കെയാണ് ആര് ജനിക്കുമ്പോണ്ടായിരുന്നത്? മാർക്കോസ് ഉണ്ടായിരുന്നത്. പിന്നെ അത് ക്ഷയിക്കുകയാണ്. തറവാടിത്തത്തിലൊക്കെ അഭിമാനമുള്ള ഒരു കഥാപാത്രമാണ്. അയൽപക്കക്കാരുമായിട്ട് സൗഹൃദമൊന്നും ഇല്ല. അല്ലെ, സ്വന്തം കാര്യം നോക്കി ജീവിക്കുകയാണ്. എങ്കിലും മത്തായിയെ ശത്രുവായി കരുതുന്നുണ്ട്. പക്ഷെ മത്തായിയുടെ അമ്മയോട് എന്താണ്? സ്നേഹമാണ്. അല്ലെ, വഴക്കും വൈരാഗ്യവും ഒക്കെ എന്ത് ചെയ്യുന്നു? അടുത്ത തലമുറയിലേക്ക് പടരുന്നത് തടയുന്നില്ല. അല്ലെ, ഇനി ഇത്രയുമാണ് ആ 3 കഥാപാത്രങ്ങൾ. അല്ലെ, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അതാണ്. ഇനി കോഴിയും കിഴവിയും എന്ന കഥ നൽകുന്ന സന്ദേശം എന്താണ്? നമ്മളുടെ ഈ കഥ, അല്ലെ, അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താ ഈ കഥയുടെ സന്ദേശം? എന്താ നൽകുന്ന സന്ദേശം? കോഴിയും കിഴവിയിലൂടെ എന്താ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത്? മനുഷ്യന്റെ അത്യാഗ്രഹത്തെ കുറിച്ചാണ്. എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും മതിയാവാത്ത മനുഷ്യന്റെ ദുരാഗ്രഹത്തെയാണ് എന്ത് ചെയ്യുന്നതാ ഈ കഥ ചർച്ച ചെയ്യുന്നത്. അല്ലെ, ഒരു കോഴിയെ കൊന്നതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു? മാർക്കോസ് അനുഭവിക്കേണ്ടി വന്ന ദുരന്തം വളരെ വലുതായിരുന്നു. അല്ലെ, അപ്പൊ അത്യാഗ്രഹം മനുഷ്യബന്ധങ്ങളിൽ എന്ത് ചെയ്യുന്നു? വിള്ളൽ വീഴ്ത്തുന്ന എങ്ങനെയാണ് എന്നാണ് കഥ ചർച്ച ചെയ്യുന്നത്. അപ്പൊ മാർക്കോസിന്റെ വസ്തുവകകൾ എന്ത് ചെയ്യണം? സ്വന്തമാക്കണം. അല്ലെ, കിടക്കാൻ ഒരു ഇടം നൽകിയത് ആരാണ്? മാർക്കോസിന്റെ അച്ഛനാണ്. അതൊക്കെ മറന്നിട്ട് അവൻ നിൽക്കുന്ന ഇടം കൂടി എന്ത് ചെയ്യണം? പിടിച്ചെടുക്കണം എന്നാണ് ആരാഗ്രഹിക്കുന്നത്? മത്തായി ആഗ്രഹിക്കുന്നത്. അല്ലെ, ആ അത്യാഗ്രഹത്തെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് കഥാഭാഗത്ത് കാണുന്നത്. അതേപോലെ എന്ത് ചെയ്യുന്നു? മാർക്കോസിനെതിരെ പ്രവർത്തിക്കാൻ മത്തായിയെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അയാളുടെ ഉള്ളിലുള്ള അത്യാഗ്രഹമാണ്. അല്ലെ, അതേപോലെ തന്നെ അത്യാഗ്രഹം, അല്ലെ, മനസ്സിൽ വന്നിട്ട് വിവേകം, ബുദ്ധി ഇല്ലാതാക്കാണ്. അല്ലെ, അങ്ങനെയാണ് ഈ കള്ളക്കേസിലൊക്കെ ആരെ കൊടുക്കാൻ ശ്രമിക്കുന്നത്? മാർക്കോസിനെ കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഒടുവിൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ ആരും പോയി വീഴുകയാണ്? ആ കേസിൽ നിന്നൊക്കെ ഊരിപ്പെടാൻ മത്തായി പിന്നെ കുറെ നടക്കേണ്ടി വന്നു എന്നാണ്, അല്ലെ, കഥയിൽ പറയുന്നത്. അപ്പോ മുതിർന്ന തലമുറ എന്ത് ചെയ്യുന്നു? ഈ അവിവേകങ്ങൾ, അല്ലെ, കഥയില് മുതിർന്ന അമ്മ, അല്ലെ, തന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ചും തനിക്ക് അഭയം തന്നവരെ കുറിച്ചും നന്മയെ കുറിച്ചും ഒക്കെ ബോധമുള്ള അമ്മ, അല്ലെ, എന്ന മുതിർന്ന കഥാപാത്രം എന്ത് ചെയ്യുന്നു? ആ അവിവേകത്തെ, വിവരക്കേടിനെയൊക്കെ തുടച്ചു മാറ്റുന്നത് നമുക്ക് കഥയിൽ കാണാം. അല്ലെ, അവസാനം വിജയം നേടുന്നത് ആരാണ്? നന്മയാണ്. അല്ലെ, വിജയം നേടുന്നത് എപ്പോഴും എന്ത് തന്നെയാണ്? നന്മയാണ് എന്ന സന്ദേശമാണ് നമ്മളുടെ കഥ നൽകുന്നത്. അപ്പൊ രസകരമായ ഒരു കഥയാണ് കേട്ടോ. കുറെ പ്രയോഗങ്ങളുണ്ട്. ചിലപ്പോൾ കഥയുടെ ഉള്ളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ സംഭാഷണങ്ങൾ ഓർത്ത് വെക്കണം. അപ്പൊ എന്തായാലും കഥ മക്കൾ വായിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്ര മാത്രമേ നമ്മളുടെ എന്തുള്ളൂ? കോഴിയും കിഴവി എന്ന് പറയുന്ന കഥയുള്ളൂ കേട്ടോ. വലിയ ആനക്കാര്യമൊന്നും അല്ല, അല്ലെ, ചെറിയൊരു കഥയാണ്. രസകരമായ രീതിയിൽ അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിൽ എന്താണ് ഇനിയും കുഞ്ഞു കുഞ്ഞു, അല്ലെ, കാര്യങ്ങളുമായിട്ട് ടീച്ചർ വരും കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് എന്തൊക്കെ പാഠമാണ് ഇനി അറിയാത്തത്? അപ്പൊ അത്തരം പാഠങ്ങളുടെ പേരും ഒക്കെ എന്ത് ചെയ്യുക? മക്കൾ കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ടീച്ചർ ഇനി ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാം? വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സൂപ്പറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ടിരിക്കുക.